ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഈ ഫലസ്തീനിലെ പോരാളികളുടെ ആത്മാർത്ഥതയെക്കുറിച്ച് യൂറോപ്പിലെ ജനങ്ങൾ അത്ഭുതത്തോടെ നിരീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയോ? ആകാശങ്ങളിൽ നിന്ന് നൂറുകണക്കിന് വിമാനങ്ങൾ പാറിപ്പറന്ന് തുരുതുരേനെ ബോംബിട്ടുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തോടൊന്നിച്ചുകൊണ്ട് വെളിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഫലസ്തീനിലെ സഹോദര സഹോദരിമാരുടെ ചിത്രം കണ്ട് യൂറോപ്പ് ഞെട്ടുകയാണ്. ആരാണ് ഇവർക്ക് ഇത്രയും ആത്മധൈര്യം നൽകുന്നത്? അവിടുത്തെ കുഞ്ഞു മക്കളുടെ കയ്യിൽ നിങ്ങൾ കണ്ടില്ലേ സഹോദരങ്ങളെ? അവരുടെ മാതാപിതാക്കൾ നാളെ ഷഹീദാകാൻ പോകുന്ന കുഞ്ഞുമക്കളെ തിരിച്ചറിയാൻ വേണ്ടി കയ്യിൽ പേരെഴുതി വെക്കുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഞെട്ടലോടെ കാണുകയാണ്. എന്താണ് അതിനുള്ള ചേതോവികാരം? ആരാണ് ഇവർക്ക് ഈ ആത്മാർത്ഥമായ ധൈര്യം പകരുന്നത്? അവരുടെ വിശ്വാസമല്ലേ? ആ വിശ്വാസത്തിലേക്ക് അവരെ എത്തിച്ച പ്രധാന ഘടകം ലോകത്ത് തുല്യതയില്ലാത്ത മഹത്തായ ഗ്രന്ഥം, അത് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ കുറിച്ച് ഇന്ന് യൂറോപ്പ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു സംശയവും വേണ്ട, ആർക്കും ഒരു സംശയവും വേണ്ട. ഫലസ്തീനിലെ കുഞ്ഞു മനസ്സുകൾ ചിരിക്കാതെ ഈ ലോകം അവസാനിക്കില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ഉറപ്പായ കാര്യമാണ്. ഫലസ്തീനികൾ പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ ഈ ലോകം അവസാനിക്കില്ല. ജൂതപ്പരിശകൾ പരാജയപ്പെടാതെ ഈ ലോകത്തിന് അന്ത്യമുണ്ടാവുകയില്ല എന്നുള്ളത് വിശ്വാസികൾക്ക് നൽകിയ പാഠമാണ്. വിശ്വാസി സഹോദരങ്ങൾ, അതിസങ്കീർണമായ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ സന്തോഷത്തോടുകൂടെ ഈ സദസ്സിലിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലുള്ള സഹോദര സഹോദരിമാർ ഏത് നിമിഷവും ഈ ഭൂമി ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന കരുതലോടുകൂടെ തന്നെ അവർ ഭയാനകതയുടെ മുൾമുനയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്. അവരുടെ വേദന നമ്മുടെ വേദനയാണ്. ഇത്തരം ഒരു സദസ്സിൽ നമുക്ക് അവരെ പറയാതിരിക്കാൻ കഴിയില്ല. ഈ സദസ്സിൽ എന്നല്ല, മനുഷ്യർ ഒരുമിച്ചു കൂടുന്ന സകല സദസ്സുകളിലും ധാർമ്മികതയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കണം. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കടന്നു ചെന്ന് സംസാരിക്കുന്നില്ല. ഞാൻ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഹോദര സഹോദരിമാരോട് ആമുഖമായി പറയുന്നത്, നിങ്ങളുടെ സകല പ്രാർത്ഥനകളിലും നിങ്ങൾ അവരെ ആത്മാർത്ഥമായി ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസിയുടെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കൊണ്ട് ലോകത്ത് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്ന സമയം 10,000-ത്തിലധികം ആളുകളാണ് ഗസയിൽ മാത്രം പിടഞ്ഞു വീണ് മരിച്ചിട്ടുള്ളത്. അതില് പകുതിയിലധികവും കുട്ടികളാണ്, സ്ത്രീകളാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെയാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏത് യുദ്ധ നിയമത്തിലാണ് ആശുപത്രികൾ ബോംബിടാൻ പറയുന്നത്? കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങൾക്കു നേരെ, പരിക്കുപറ്റി ചികിത്സ തേടിയെത്തുന്ന ആശുപത്രികൾക്കു നേരെ, അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോകുന്ന അഭയാർത്ഥികൾക്ക് നേരെയും വംശഹത്യ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ തമ്മാടി രാഷ്ട്രം ഫലസ്തീനിനെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലരെങ്കിലും ചോദിക്കുന്നത്, ഹമാസ് തുടങ്ങി വെച്ചതുകൊണ്ടല്ലേ ഇപ്പോൾ ഇസ്രയേൽ ആക്രമിക്കുന്നത് എന്നാണ്. ആ ചോദ്യം ചോദിക്കുന്നവർ ഫലസ്തീനിന്റെ ചരിത്രം അറിയാത്തവരാണ്. എന്റെ സംസാര വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കടന്നു ചെന്ന് സംസാരിക്കുന്നില്ല. ഫലസ്തീനിന്റെ ചരിത്രം അറിഞ്ഞാൽ, ജൂത കുടിയേറ്റത്തിന്റെ നാൾവഴികളുടെ നാളുകളെ കുറിച്ചറിഞ്ഞാൽ,
സ്വന്തം രാജ്യത്തിന്റെ അസ്തിത്വം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഫലസ്തീനികൾ നടത്തുന്ന, ഹമാസ് പോരാളികൾ നടത്തുന്ന ചെറുത്തുനിൽപ്പുകളെ, അന്നം കഴിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, മാനുഷികതയോട് അനുകമ്പമുള്ള ഒരാൾക്ക് പോലും ആ അക്രമങ്ങളെ തീവ്രവാദ പ്രവർത്തനം എന്ന് പറയാൻ സാധിക്കില്ല. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കണം, ഈ ഗസ എന്ന് പറയുന്നത് ഒരു ചെറിയ തുരുത്താണ്. സാധനം അതിന്റെ നീളം 41 കിലോമീറ്ററാണ്. അതിന്റെ വീതി 10 കിലോമീറ്ററേ ഉള്ളൂ. ഇത്രയും ഒരു ചുരുങ്ങിയ സ്ഥലത്താണ് 20 ലക്ഷത്തിലധികം ആളുകൾ അവിടെ താമസിക്കുന്നത്. ആ താമസം എന്ന് പറഞ്ഞാൽ അവർ ഫ്ലാറ്റുകളിലാണ് താമസിക്കുന്നത്. എത്ര ഒരു ഇടുങ്ങിയ കുടുസായ രീതിയിലുള്ള ജീവിത രീതിയാണ് അവർക്കുള്ളത്. അങ്ങനെയുള്ള ഗസയിലെ ജനങ്ങളോടാണ് ഇസ്രയേൽ പറയുന്നത് 24 മണിക്കൂറിനകം വടക്കൻ ഗസയിലുള്ള ആളുകൾ തെക്കൻ ഗസയിലേക്ക് പോകണം എന്ന് വെച്ചാൽ ഈ വടക്കൻ ഗസയിൽ 20 ലക്ഷം ആളുകൾ ഒതുങ്ങിക്കഴിഞ്ഞോളണം. 24 മണിക്കൂർ കൊണ്ട് ഈ പലായനം സാധ്യമാണോ? വളരെ അധികം വേദനാജനകമായ വാർത്തകളാണ്, ചിത്രങ്ങളാണ് നമുക്ക് അവിടുന്ന് ലഭ്യമാകുന്നത്. ഞാൻ എന്തിനാ ഇതുപോലെയുള്ള ഒരു സദസ്സിൽ ഫലസ്തീനികളെ കുറിച്ചു പറഞ്ഞെന്റെ സംസാരം തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ, നമുക്ക് അങ്ങനെയെങ്കിലും അവരോട് നയിക്കപ്പെടണ്ടേ? ഈ കായംകുളത്തുകാരായ നമുക്ക് ഫലസ്തീനികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? മനമുരുകി ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ സമാപനത്തിൽ നിങ്ങൾ ആമീൻ പറയുന്ന രീതിയിൽ നമുക്ക് കൂട്ടു പ്രാർത്ഥന നടത്തണം. അങ്ങനെയെങ്കിലും നമുക്ക് ഐക്യപ്പെടാൻ കഴിയണം. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ലോകത്തിന്റെ സൃഷ്ടാവ് അല്ലാഹുവല്ലേ? ലോകം അടക്കി ഭരിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ഉടയ തമ്പുരാനായ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ഈ ലോകം മുഴുവനുമുള്ളത്. ലോകത്തിലുള്ള സകല മനുഷ്യരുമുള്ളത്, സകല ഭരണാധികാരികളുമുള്ളത്. എന്നിട്ടും എന്തേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് ഇപ്പോഴുള്ളത്. എന്തുകൊണ്ടാണ് ഫലസ്തീനികളെ അള്ളാഹു സഹായിക്കാൻ ഇറങ്ങാത്തത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അത്തരം ആശയങ്ങൾ ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ദൈവനിഷേധത്തിലേക്കും മതനിരാസത്തിലേക്കും ലിബറലിസത്തിലേക്കുമൊക്കെ ആളുകളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ, പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ ഈ തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം, എറണാകുളമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നാസ്തികതയുടെ കോൺഫറൻസുകൾ നടത്തുന്നവരുണ്ട്. അവരൊക്കെ ചരിത്രം പഠിക്കണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ പരീക്ഷണങ്ങൾ നേരിടും. ഇത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതല്ലേ? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികമായ ലോക ജീവിതം എന്ന് പറയുന്നത് അവർക്ക് കാലാകാലം കഴിയാനുള്ള ജീവിതം ഇവിടെയല്ല. ഇത് നശിക്കാനുള്ള ലോകമാണ്. ആകാശങ്ങൾ പൊട്ടിപ്പിളരുന്ന ദിവസം വരാനുണ്ട്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന ദിവസം വരാനുണ്ട്. പർവ്വതങ്ങൾ ധൂളികളായി പാറിപ്പറക്കുന്ന ദിവസം വരാനുണ്ട്. ഈ ലോകത്തിനൊരവസാനമുണ്ടെന്ന് ഇന്ന് നാസ പോലും സ്ഥിരീകരിക്കുന്ന പുതിയ കാലത്താണ് ഞാൻ എന്റെ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും സംശയമുണ്ടായിരുന്നു, ലോകം അവസാനിക്കുമോ? ഈ ലോകത്തിനൊരു അന്ത്യമുണ്ടോ? പരലോകമുണ്ടോ? ഖബറിലെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ? മതപുരോഹിതന്മാർ
മനുഷ്യരെ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ് സ്വർഗവും നരകവും. വിചാരണയും ഹിസാബും ഇതെല്ലാം പുരോഹിതന്മാരുണ്ടാക്കുന്നതാണ് എന്നാണല്ലോ ചിലരുടെയൊക്കെ ആക്ഷേപം. എന്നാൽ പുതിയ കാലത്ത് പുതിയ പഠനങ്ങൾ എന്താണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പക്ഷേ ഞാൻ പറയുന്നത് ഇസ്ലാം സുന്ദരമാണ്, ഇസ്ലാമിക നിയമങ്ങളും ഇന്ന് പ്രസക്തിയുള്ളതാണ് എന്ന് ലോകത്തെ ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന കാലമാണ്. അറിയാമല്ലോ സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്താണ് ചൈന 30 വർഷത്തിനിടയിൽ ചൈനയിലെ സ്ത്രീ സുരക്ഷിത നിയമം അവര് പൊളിച്ചെഴുതാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ വായിച്ചില്ലേ ചൈനീസ് പ്രസിഡന്റിന്റെ റിപ്പോർട്ട്? എന്താ കാരണം? ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമായിരുന്നു ചൈന. 2023 ചൈനയെ ഇന്ത്യ മറികടന്നു. ചൈനയിലെ മരണനിരക്കും ജനനനിരക്കും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ മരണനിരക്ക് കൂടുന്നു, ജനനനിരക്ക് കുറയുന്നു. ഈ പോക്ക് പോയാൽ ചൈനയിൽ തൊഴിലെടുക്കാൻ തൊഴിലാളികളില്ലാത്ത അവസ്ഥ വരും. ഒരു രാജ്യത്തിന്റെ സമനില തെറ്റും. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ് 8 നിലയിൽ പൊട്ടും. ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ചൈന സ്വയം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്റെ സദസ്സിൽ യുവതികളുണ്ടല്ലോ, എന്റെ സദസ്സിൽ യുവാക്കളുണ്ടല്ലോ. ഇസ്ലാം പഴഞ്ചനാണ്. പ്രത്യേകിച്ച് സ്ത്രീകളോടൊക്കെ ഇസ്ലാം കാണിച്ച നിലപാട് അത് ശരിയായില്ല. അവർക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യമല്ല. എന്തെല്ലാം ആക്ഷേപങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് എന്തേ അന്തിച്ചർച്ച വേണ്ടേ മാധ്യമങ്ങൾക്ക്? എവിടെ ഫെമിനിസ്റ്റുവാദികൾ? എന്താ ചൈന എടുത്ത തീരുമാനം? പെണ്ണുങ്ങളോട് പറയുകയാണ്, ഇനി നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, നിങ്ങൾ കുടുംബം ശ്രദ്ധിച്ചിരുന്നാൽ മതി, നിങ്ങൾ മക്കൾക്ക് ജന്മം നൽകുക, അതിലൂടെയല്ലാതെ ഈ രാജ്യം നിലനിൽക്കാൻ കഴിയില്ല എന്ന് അന്തിമ ശാസന നൽകിയിരിക്കുകയാണ് ചൈനയിലെ പെണ്ണുങ്ങൾക്ക്. ഇതറിയണ്ടേ നമ്മൾ? ഇതറിയണ്ടേ നമ്മൾ? ചൈനയിൽ ഒരിക്കൽ ഇത്രയും ജനസംഖ്യ കുറഞ്ഞ ഒരു വർഷം ഉണ്ടായത് 1961-ലാണ്. അന്ന് കടുത്ത സാമ്പത്തിക മാന്ദ്യം മൂലം 3 കോടി ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ട്. അതിനുശേഷം ചൈന ചില നിലപാടുകളൊക്കെ മാറ്റിയെടുത്ത് വീണ്ടും ലോകത്തെ ഒരു വലിയ സൈനിക ശക്തിയായ ചൈന, അവിടെ ഒരാൾക്ക് 1 കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി എന്ന നയത്തിൽ നിന്നും മാറി പരമാവധി കുട്ടികളെ ഉണ്ടാക്കുന്നവർക്ക് വലിയ സമ്മാനം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ചൈന മാറുകയാണ്. ഞാൻ ഇവിടെ വന്ന സഹോദരിമാരോട് ചോദിക്കട്ടെ, ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. ആ പരിശുദ്ധമായ ഇസ്ലാമില് കാലമെത്ര പുരോഗമിച്ചാലും സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇസ്ലാമിക നയനിലപാടുകൾ കാലത്തോട് യോജിക്കാത്ത ഒരു നിലപാടും പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ലോകത്തെ പലരും ഇസ്ലാം വിമർശകരാ. അവർക്ക് എങ്ങനെയും ഇസ്ലാമിനെ കുറ്റപ്പെടുത്തണം, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഈ മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങളെ നാടിന്റെ ഒക്കെ ഏതാണ്ട് അടുത്തല്ലേ കളമശ്ശേരി എന്ന് പറയുന്നത്? അവിടെ കണ്ടില്ലേ നിങ്ങൾ? അവിടെ ഒരു സ്ഫോടനം ഉണ്ടാക്കി. ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പ്രാർത്ഥന എന്തായിരുന്നു എന്നറിയോ? മനുഷ്യത്തുള്ളവർ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? അതിൽ കുരിശണിഞ്ഞ ക്രിസ്ത്യാനിയുണ്ട്, പൊട്ടുധരിച്ച ഹിന്ദുണ്ട്, തൊപ്പിധരിച്ച മുസ്ലിമുണ്ട്. എല്ലാവർക്കും ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. അതിലെ പ്രതി ഒരു മുസ്ലിം പേരുള്ള ഒരാളാകരുത് എന്ന്.
പക്ഷേ ആ പ്രതി തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംഭവം നടത്തി ലൈവ് ഇട്ട് ഞാനാണിത് ചെയ്തത് എന്ന് മറ്റൊരു സംശയത്തിനും ഇടവരുത്താത്ത വിധം ക്ലിയറായി എന്റെ പിറകിൽ ആരുമില്ല എന്ന് കൃത്യമായി വിശദീകരിച്ചപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പരിക്ക് പറ്റി കഴിഞ്ഞിരുന്ന പലരും മരണത്തിന് കീഴടങ്ങിയപ്പോഴും എന്തേ നമ്മുടെ നാട്ടിലെ ചാനൽ ചർച്ചകളിലൊന്നും ഒരു അന്തിച്ചർച്ച വരാതിരുന്നത്? മാർട്ടിന്റെ മതം തേടി പോകണ്ടേ? അതിലേക്ക് എത്തിച്ച ഐഡിയോളജി ചർച്ച ചെയ്യണ്ടേ? അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഭീകരവാദം, തീവ്രവാദം ഒക്കെ ചെയ്യുന്ന ആളുകളുടെ മതം നോക്കി, സമുദായം നോക്കി അവരെ മാനസിക രോഗിയാക്കുക, അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കമുള്ള ആളാണെന്ന് പറയാ, അല്ലെങ്കിൽ ഭീകരവാദിയാക്കുക. ലജ്ജാകരം, ലജ്ജാകരം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊന്നും ചർച്ചയാവൂല. അതേ സമയത്ത് ചർച്ചയുണ്ട്. മുസ്ലിം പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. എന്തെല്ലാം പുകിലുകൾ ഉണ്ടാക്കി ഇവിടെ, എന്തെല്ലാം ചർച്ചകൾ ഉണ്ടാക്കി. സുബ്ഹാന ജല്ല ജലാലു. ഇന്നലെയോ മിനിഞ്ഞാന്നൊരു ദിവസം കേരളത്തിലെ അറിയപ്പെട്ട ഒരു ചാനലിൽ ഞാൻ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു പെണ്ണ് പ്രത്യക്ഷപ്പെടാറുണ്ട് മുസ്ലിമീങ്ങളുടെ പേരിൽ. ഞാൻ അത്രയേ പറയുന്നു. എന്താ മൂപ്പത്തിയേര ഫത്വ? ഉമ്മമാര് കേട്ടില്ലേ? അത് സഹോദരിമാര് അറിഞ്ഞില്ലേ? എന്താ അവര് പറഞ്ഞെന്നറിയോ? ഖുർആനിൽ ഒരു സ്ഥലത്തും തല മറക്കാൻ പറഞ്ഞിട്ടില്ല. അലിഫും ബാവും തെറ്റാതെ വായിക്കാൻ അറിയാത്തൊരു പെണ്ണപ്പ ഈ പറയുന്നത്. ഞാൻ ആ ചർച്ച കണ്ട് ഞെട്ടിപ്പോയി. എന്തൊരു കഷ്ടം! ഖുർആനിൽ തലമറക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? ആരാണത് പറഞ്ഞത്? ഇവിടെ ധാരാളം ഉമ്മമാരുണ്ടല്ലോ. ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ, അള്ളാന്റെ ഖുർആൻ 33-ാം അധ്യായം 36-ാം വചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ വിശ്വാസികളും കേൾക്കേണ്ടതാണ്, വിശ്വാസിനികളും കേൾക്കേണ്ടതാണ്. ഇത് പറയുമ്പോ മതത്തിന്റെ പുറത്തുള്ള ഒരു സഹോദരൻ എന്റെ സംസാരം കേൾക്കുന്നുവെങ്കിൽ അവരെ തെറ്റിദ്ധരിക്കേണ്ട. മതം പറയേണ്ട ബാധ്യത മതപണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അത് ലോകാവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഖുർആനിലുള്ള ഒരു വചനമാണ് ഞാൻ കേൾപ്പിക്കുന്നത്. വിശ്വാസികളായ സഹോദര സഹോദരിമാരോട് ഉടയ തമ്പുരാനായ അല്ലാഹു നൽകിയ നിർദ്ദേശം എന്താണ്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറ. എന്താ പറഞ്ഞത്? അല്ലാഹും റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് മറ്റൊരു നിലപാടുണ്ടാകാൻ പാടില്ല. അപ്പോഴല്ലേ മുസ്ലിമാകുന്നത്, അപ്പോഴല്ലേ നമ്മൾ യഥാർത്ഥ അനുസരണയുള്ളവരാകുന്നത്. അല്ലാഹും റസൂലും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ ആ വിഷയത്തിൽ നിങ്ങൾക്ക് മറ്റൊരു നിലപാടുണ്ടാകരുത്. നമ്മുടെ നിലപാട് അല്ലാഹ് പറഞ്ഞ നിലപാട്, റസൂലുള്ള പറഞ്ഞ നിലപാട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം അല്ലാഹ് പറഞ്ഞു, വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. അല്ലാഹും റസൂലും പറഞ്ഞതിന് എതിര് ചെയ്യാനാണ് പുറപ്പാടെങ്കിൽ അല്ലാഹ് പറയട്ടെ, ആ വഴി പിഴച്ചതാ, ആ മാർഗം മോശ, അത് നന്നല്ല. ഖുർആൻ 33-ാം അധ്യായം 36-ാം വചനത്തിൽ പറഞ്ഞത്. ഇനി എന്താണ് വിശ്വാസിനികളായ പെണ്ണുങ്ങളോട് അല്ലാഹ് വസ്ത്രധാരണയുടെ കാര്യത്തിൽ നൽകിയ നിർദ്ദേശം? അത് കേൾക്കാൻ ഫാത്തിമമാര് ഉൾക്കൊള്ളണം, സുഹറമാര് ഉൾക്കൊള്ളണം. അവർക്കാണ് മുസ്ലിമായ പെണ്ണെന്ന് പറയാ. അല്ലാഹു റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിക്കുമ്പോ ഖുർആനിൽ എന്താ അല്ലാഹ് പറയുന്നത്? അധ്യായം അഹ്സാബ് 59-ാം വചനം. ഖുർആനിൽ ഉണ്ടോന്നാ ചിലർക്കൊക്കെ സംശയം.
മതം അങ്ങനെ പറഞ്ഞോന്നോ ചിലരൊക്കെ സംശയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അധ്യായവും വചനവും ഒക്കെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിക്കണം. എന്താണ് അല്ലാഹു പറയുന്നത്? യാ അയ്യുഹൻ നബിയു, അല്ലാഹു തആല നബിയെ വിളിച്ചുകൊണ്ട് പറയുന്നത്, യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു വിളിച്ചിട്ട് പറയുന്നത്, ഓ നബിയേ, കുല്ലി അസ്വാജിക, നിങ്ങളുടെ പത്നിമാരോട് പറയണേ, വബനാതിക, നിങ്ങളെ പെൺമക്കളോട് പറയണേ, വനിസാഇൽ മുഅ്മിനീന, വിശ്വസിച്ച പെണ്ണുങ്ങളോട് പറയണം. അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ച പെണ്ണുങ്ങളോട് പറയണം. എന്താ പറയേണ്ടത്? യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, ജിൽബാബ് താഴ്ത്തിയിടാൻ വേണ്ടി പറയണം. ജലാബീബ് എന്താ അങ്ങനെ പറഞ്ഞാല്? എന്തിനാണ് ഈ ജലാബീബ് എന്ന് പറയാ? ശരീരമാകെ ചുറ്റിപ്പൊതിയുന്ന വസ്ത്രമാണ്. തലയും കഴുത്തും മാറിടവും മറയുന്ന വസ്ത്രം, അത് താഴ്ത്തിയിടണം. മുസ്ലിം പെണ്ണിന്റെ ഐഡന്റിറ്റിയാണ്. തലമറച്ച പെണ്ണ് മുസ്ലിം പെണ്ണാണെന്ന് തിരിച്ചറിയാനുള്ള ഐഡന്റിറ്റിയാണ്. അള്ളാന്റെ ഖുർആൻ പറയാണ്, നിങ്ങളെ തിരിച്ചറിയാൻ അതാണ് ഏറ്റവും നല്ലത്. പിന്നെന്തിനാ തലമറക്കുന്നത്? എന്തിനാ ശരീരം മറയുന്ന ചുറ്റിപ്പൊതിയുന്ന വസ്ത്രം ധരിക്കുന്നത്? അത് പീഡനത്തിന്റെ വസ്ത്രമായി കാണുന്നവരെ ധരിക്കുന്ന പെണ്ണിനോട് ചോദിക്കൂ, ഭർത്ത പെണ്ണിന് പീഡനമാണോ എന്ന്. അത് ധരിക്കുന്ന പെണ്ണുങ്ങളോട് ചോദിക്കൂ. ഞാൻ ചോദിക്കട്ടെ, ചിലർ ഇത് പറയുന്ന സമയത്ത് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ ഇവിടെയുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രമല്ലേ നമ്മുടെ ഭാരതം? എന്തു ഭക്ഷിക്കണം എന്ന് തീരുമാനിക്കാൻ ഈ രാജ്യത്തെ പൗരന് ഭരണഘടന അനുമതി നൽകുന്നില്ലേ? എന്തു വസ്ത്രം ധരിക്കണമെന്ന ഒരു തീരുമാനമെടുക്കാൻ ഇവിടുത്തെ പൗരന്മാർക്ക് ഭരണഘടന അനുമതി നൽകുന്നില്ലേ? നമ്മൾ ആരോടെങ്കിലും പറഞ്ഞോ എല്ലാ പെണ്ണുങ്ങളും തലമറച്ചോളണമെന്ന്? അത് പറയാൻ നമുക്ക് കഴിയില്ല. ഒരു മതേതര രാജ്യത്ത് അങ്ങനെ പറയാൻ സാധിക്കില്ല. പക്ഷെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്ക് തലമറക്കാനുള്ള അനുമതി തരണമെന്ന് പറഞ്ഞാൽ അത് പാടില്ലെന്ന് പറയാൻ ഏതു ഭരണഘടനയുടെ അനുമതിയോട് കൂടെയാണ് അതിന് തുനിയുന്നത്? ഇസ്ലാം പറയുന്നത് അതാണ്. പെണ്ണുങ്ങളെ, നിങ്ങൾ ശരീരം മറക്കണം. ഇസ്ലാം പെണ്ണിനെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നവരോട്, ഇസ്ലാം പെണ്ണിനെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നവരോട് വളരെ വിനയത്തോടെ ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്? അവരെങ്ങനെയാണ് പെണ്ണിനെ കണ്ടിരുന്നത്? പിതാ രക്ഷിത് കൗമാരേ ഭർത്താ രക്ഷിത് യൗവരേ പുത്രോ രക്ഷിത് വാർദ്ധക്യൈ നസ്ത്രീ സ്വതന്ത്രമർഹതി. അതിന്റെ അർത്ഥം പെണ്ണ് ഒരു നിലക്കും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നല്ലേ ആകത്തുക? ഈ പറഞ്ഞ കക്ഷികൾ ഇസ്ലാമിലെ പെണ്ണിന് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ, ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, പ്രത്യേകിച്ച് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിലുള്ള യുവതികളോട് പറയട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല. ഇസ്ലാം പെണ്ണിനെ പരിഗണിക്കാത്ത മതമാണെന്ന് ധരിക്കല്ല. 6-ാം നൂറ്റാണ്ടിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രബോധനം ചെയ്യുന്ന കാലം, ആ കാലത്തെ പെണ്ണിന്റെ ചരിത്രം വായിക്കണേ. എന്റെ പ്രിയപ്പെട്ട യുവതികളായ മുസ്ലിം സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 16-ാം അധ്യായം 58-ാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കൂ. അതിൽ അല്ലാഹ് പറയുന്നത് കാണാം, 6-ാം നൂറ്റാണ്ടിലെ പെണ്ണിനോട് ആ കാലത്തെ ജനത കാണിച്ചിരുന്ന സമീപനം, ആ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളോട് കാണിച്ചിരുന്ന നിലപാട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തുൻ നഹ്ൽ 58-ാമത്തെ വചനത്തിൽ കാണാം, വൈദാ ബുശ്ശിറ അഹദുകും ബിൽ ഉൻസാ, പ്രസവിച്ചു വീണത് പെൺകുഞ്ഞാണെങ്കിൽ വല്ല വജുഹു മുസ്വദ്ദൻ വഹുവ കലീം, അപമാന ഭാരം കൊണ്ട് അവരുടെ മുഖമാകെ കറുത്തുപോയിരുന്നു. അതായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ പെണ്ണിന്റെ അവസ്ഥ. ജനിച്ചു വീണത് പെൺകുഞ്ഞാണെങ്കിൽ അപമാനം സഹിക്ക വയ്യാതെയായിട്ട് അവരുടെ മുഖത്തെ പ്രഭ നഷ്ടപ്പെടും.
പുറത്തിറങ്ങാൻ മടി വരും, ആളുകളിലേക്ക് ഇറങ്ങില്ല. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. 16-ാം അധ്യായം 59-ാം വചനം. എന്ത് ചെയ്യണം ഈ പെണ്ണിനെ? വെച്ചോണ്ടിരിക്കണോ? കുഴിയെടുത്ത് മണ്ണെടുത്ത് ആ കുഴിയിലേക്ക് തള്ളിയിട്ട് മണ്ണിട്ട് മൂടണോ? എത്രയെത്ര പെൺകുഞ്ഞുങ്ങളെ ആ ജീവനോടെ കുഴിച്ചു മൂടിയത്. സ്ത്രീ ജന്മം ശാപമാണെന്ന് കണ്ടിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത സമൂഹം നമ്മുടെ നാട്ടിലേക്ക് വരാം. മാറുമറക്കാൻ പെണ്ണിന് അവകാശം ഉണ്ടായിരുന്നോ? ഇവിടെ സ്വത്തിൽ പെണ്ണിന് അവകാശമുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു നമ്മുടെ ഭാരതത്തിലെ സ്ത്രീകൾ ഒരു കാലത്ത് കഴിഞ്ഞിരുന്നത്? ആരാണ് അവർക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായു നൽകിയത്? ആരാണ് ഈ നിലപാടുകൾ മാറ്റിയത്? അവിടെയാണ് പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന 6-ാം നൂറ്റാണ്ടിലെ കാട്ടാള ജനവിഭാഗത്തിന്റെ മുഖത്ത് നോക്കി ലോകത്ത് സിംഹഗർജനം നടത്തിയ ഒരു സ്ത്രീ വിമോചകനുണ്ട്. ആ സ്ത്രീ വിമോചകന്റെ പേരാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞത് എന്താണ്? ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ കാന ലഹു സലാസു ബനാതിൻ ഔ സലാസു അഖവാതിൻ ഔ ഇബ്നതാനി ഔ ഉഖ്താനി ഫഅഹ്സന സുഹ്ബതഹുന്ന വത്തഖല്ലാഹ ഫീഹിന്ന ഫലഹുൽ ജന്ന. ജീവനോടെ പെണ്ണുങ്ങളെ കുഴിച്ചു മൂടിയിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത സമൂഹത്തോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, നിങ്ങൾ 2 പെൺമക്കളെ അല്ലെങ്കിൽ 3 പെൺമക്കളെ സഹോദരിമാരെ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ, അവർക്ക് വിവാഹപ്രായമെത്തുമ്പോൾ അവരെ കെട്ടിച്ചു വിടുകയാണെങ്കിൽ, അവരെ കാര്യത്തിൽ പടച്ചതമ്പുരാനെ പേടിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച നേതാവ്, ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിമോചകൻ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവാണോ സ്ത്രീ വിരോധി? ആ നേതാവാണോ സ്ത്രീ വിരോധി? ഞാൻ ചോദിക്കട്ടെ, മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച ഒരു മതം എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധത അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത്? മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം. ഇന്നും നിങ്ങൾക്ക് കണക്കെടുക്കാം. നിങ്ങളുടെ ഈ തെക്കൻ ജില്ലയിൽ നിങ്ങൾ കണക്കെടുക്ക്. ഈ ആലപ്പുഴ ജില്ലയിൽ, തൊട്ടടുത്ത കൊല്ലം ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ, ഈ പരിസരത്തെ ജില്ലകൾ നിങ്ങൾ എടുക്കുക. അവിടെയുള്ള വൃദ്ധസദനങ്ങളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കുറഞ്ഞു കാണാൻ കഴിയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെ ആയിരിക്കും. തീരെയില്ല എന്നല്ല ഞാൻ പറയുന്നത്. മാതാപിതാക്കൾ ഭാരമായി കാണുന്ന മക്കൾ ഇന്നുണ്ട്. അവർ ഏറെ ഭയപ്പെടണം അല്ലാഹുവിന്റെ പരലോകത്തെ. പ്രായമാകുന്ന മാതാപിതാക്കളെ അവഗണിക്കുന്നവർ, അവർ നരകം ഭയപ്പെടണം. അവർക്ക് കൊടുക്കേണ്ട പരിഗണന എത്രത്തോളമാണ്? മുത്തുനബിയുടെ അടുത്തൊരു സ്വഹാബി വന്നില്ലേ, യുദ്ധത്തിന് പോകാനുള്ള കൊതി കൊണ്ട്, ജിഹാദിനുള്ള ആഗ്രഹം കൊണ്ട്, അവിടെ വെച്ച് രക്തസാക്ഷിയാക്കാനുള്ള മോഹം കൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? എന്താ ചോദിച്ചത്? വാപ്പിയമ്മയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട് നബി. പ്രായവരാണോ? അതെ നബിയെ. ഓല നോക്കിയാ മതി, അവരെ പരിപാലിച്ചാ മതി, അതിനേക്കാളും വലിയ കൂലി ഇതിനില്ലട്ടോ. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയട്ടെ, വാട്സപ്പുകളിലൂടെ നമ്മൾ ചില ക്ലിപ്പുകൾ കാണാറുണ്ട്. പ്രായമായ അമ്മയെ, പ്രായമായ ഉമ്മയെ വെളിയിലേക്ക് തള്ളിയിട്ട് ചുടുവെള്ളം മുഖത്തൊഴിക്കുന്ന മരുമകളുടെ ചിത്രം, സ്വത്തിനു വേണ്ടി പിതാവിനെ തല്ലിക്കൊല്ലുന്ന മക്കളുടെ ചിത്രം. എത്ര വേദനാജനകമായ കാര്യമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താണ്? മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം. അവരോട് വിനയം കാണിക്കണേ, അവരെ ആദരിക്കണേ, അവരെ ബഹുമാനിക്കണേ. അവർക്ക് വെറുപ്പുണ്ടാകുന്ന വാക്ക് പറയരുതേ, അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറയരുതേ. അവർക്ക് ആവശ്യമായ പരിചരണം കൊടുക്കണേ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ
ആ നേതാവാണോ, ആ നേതാവ് പ്രചരിപ്പിച്ച മതമാണോ ഈ രാജ്യത്ത് സ്ത്രീ വിരുദ്ധത പറയുന്നത്? എത്രയെത്ര വചനങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, വഫാത്തിന്റെ വേളയിൽ പോലും പുണ്യനബി പറഞ്ഞത് അല്ലാഹ് അല്ലാഹ് ഫിന്നിസാ ഫിന്നിസാ, നിങ്ങൾ പെണ്ണുങ്ങളെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കണേ.